ഹലോ. ഹായ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇന്ന് നമ്മുടെ വെബിനാർ ഹോസ്റ്റ് ചെയ്യുന്നത് മിസ് മാലശ്രീ കൃഷ്ണ. ഷീസ് എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഇന്ന് ലീഡ് ചെയ്യുന്നത് മാലശ്രീ ആയിരിക്കും. ആൻഡ് മാലശ്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഹാസ് എൻ എക്സ്പീരിയൻസ് ഓഫ് 3+ years ഇൻ ദിസ് ഫീൽഡ്. 3 വർഷത്തിൽ കൂടുതലായിട്ട് സൈക്കോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഷീസ് എ ടീച്ചർ, ഒരു സൈക്കോളജി റൈറ്ററാണ്, സ്പീക്കറാണ്. ആൻഡ് വി ആർ സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. താങ്ക് യു സോ മച്ച് മിസ് മാലശ്രീ. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. അപ്പോൾ ഈ സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു 40-45 മിനിറ്റ്സിലാണ്. സംശയങ്ങളുള്ളത് നമുക്ക് ചോദിക്കാം, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡായിട്ടൊരു സമയം തന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് ഉണ്ടാവും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു AI ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് അപ്ലിക്കേഷനാണ്. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്കൊരു സൈക്കോളജി സപ്പോർട്ട് വേണമെങ്കിൽ, കൗൺസിലിംഗ് വേണമെങ്കിലൊക്കെ അവൈലബിൾ ആണ്. ഈവൻ മാലശ്രീ വരെ അവൈലബിൾ ആയിരിക്കും. മാലശ്രീൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ആളുകൾക്ക് മാലശ്രീ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. So that's it from our side. And then up to you, Malasri. ഓക്കെ, ഗുഡ് ഈവനിങ്. തുടങ്ങാല്ലേ നമുക്ക്? അപ്പൊ നമ്മള് എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. മാലശ്രീ എന്നാണ് പേര്, മാലശ്രീ കൃഷ്ണ. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം സൈക്കോളജി ഫീൽഡിൽ ഏകദേശം 3-4 വർഷമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വുമൺ ആൻഡ് മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ സ്ത്രീകളും മാനസികാരോഗ്യവും എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് അല്ലേ. അപ്പം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടുള്ളൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും സ്റ്റിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആവും അപ്പോഴാണ് ക്ലാസ്. അപ്പൊ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണേ. ചെറിയൊരു പ്രശ്നം ഉണ്ടാവാറില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ. അപ്പൊ വിമൻ ആൻഡ് മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ സ്ത്രീകളും മാനസികാരോഗ്യവും, ഈ ടോപ്പിക് കേട്ട സമയത്ത് ആരെങ്കിലും ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ടോപ്പിക്, അല്ലെങ്കിൽ എന്ത് സ്ത്രീകൾക്ക് മാത്രമാണോ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളും മാനസികാരോഗ്യവും പുരുഷന്മാർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലേ, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെ? റെസ്പോൺസ് ഉണ്ടോ? ഓക്കെ, അപ്പം എന്തായാലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഏത് ജെൻഡർ ആയിക്കോട്ടെ, മനുഷ്യൻ അതെന്താണ് യസിലിസ്റ്റ്. ഓക്കെ, അപ്പൊ മനുഷ്യന് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മനുഷ്യന്മാരുള്ളിടത്തോളം കാലം നമുക്ക് എന്തുണ്ട് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഫിസിക്കൽ ഡിസീസ് അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്, അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീകളിൽ, അല്ലെ? അപ്പം എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് ചർച്ച ചെയ്യാൻ കാരണം എന്തായിരിക്കും? എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ തന്നെ പറയാം. അപ്പൊ സ്ത്രീകളിൽ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിൽ കുറച്ചും കൂടെ കാര്യങ്ങള്, അല്ലെങ്കിൽ പുരുഷന്മാര് ഫേസ് ചെയ്യാത്ത, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരിക്കലും ബാധകമല്ലാത്ത കുറെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് ബാധകമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളും മാനസികാരോഗ്യം എന്ന് പറയുന്ന വിഷയം ഇത്രയും ചർച്ചാ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ബേസിക്കലി നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരിൽ പല ജനറേഷനിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്കൊന്ന് സ്ത്രീകളിൽ പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാല്, ഇപ്പം ന്യൂ ജനറേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുവിധമൊക്കെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെ? നമ്മൾ നോക്കും, ഓക്കെ, ഇത് എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഹെൽപ്പ് സീക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എനിക്ക് ഇവിടെ നോക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ മാനസികാരോഗ്യം അല്ലെങ്കിൽ എന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് കരുതുന്ന ഒരു സ്വഭാവം പൊതുവെ സ്ത്രീകൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിയുമ്പം സ്ത്രീകള് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം.
സ്ത്രീകൾ നല്ല പുരുഷന്മാരാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ, കാരണം നമ്മളൊരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നമ്മൾ ഉടനെ ഡോക്ടറെ പോയി കാണും, അല്ലേ? അത് നമുക്കൊരു മടിയില്ല. നമ്മൾ എന്തെങ്കിലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അധികമായി, ഇനി വേറെ വല്ല പ്രശ്നമാകുമോ എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോകുന്നു, വേണ്ട മരുന്ന് എടുക്കുന്നു, കഴിക്കുന്നു, പനി എത്രയും വേഗം മാറ്റാൻ നോക്കുന്നു. അതേ സമയത്ത് എന്തെങ്കിലും ചെറിയ ടെൻഷനോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, അതല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഡിപ്രഷൻ ആണ് എനിക്ക്, അല്ലെങ്കിൽ ഡിപ്രഷന്റെ പോലത്തെ കുറെ സിംറ്റംസ് എനിക്ക് കുറച്ച് ദിവസമായിട്ടുണ്ട്, അപ്പൊ ഞാനൊന്ന് പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണട്ടെ എന്ന് ആളുകൾ വിചാരിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പല സമയം. ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, പ്രൊഫഷണൽസ് ആയതുകൊണ്ട് ചിന്തിക്കാറുണ്ട്. വേറൊന്നും അല്ല, നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്നത്, സാധാരണ ഒരു ശാരീരിക പ്രശ്നത്തിന് ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്നത് ഒരു കാഷ്വൽ കാര്യമാണ്, ആളുകൾക്ക് വലിയ വിഷയമൊന്നും അത് തോന്നുന്നില്ല. അതേ സമയത്ത് ഒരു മാനസിക അസ്വാസ്ഥ്യം വന്നു കഴിഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്ന് പറയുമ്പം, ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പം എന്നെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടാവൂലേ, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താണെന്ന് ആൾക്കാർ പറയോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാമിലിയിൽ അത് എങ്ങനെ ബാധിക്കും? അങ്ങനെ നമുക്ക് 100,000 ചിന്തകളുണ്ട്. ആ ചിന്തകൾ കാരണം പലപ്പോഴും നമ്മൾ സൊസൈറ്റിയിലുള്ള പല ആളുകളും ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്താറില്ല, പ്രൊഫഷണൽ ഹെൽപ്പ് തേടാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ സ്ത്രീകളിൽ ഈ പറഞ്ഞ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ പല കണ്ടീഷൻസിലും കുറച്ച് അധികം ഉണ്ട്. അധികം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഇല്ല എന്നുള്ളത് അർത്ഥമില്ല കേട്ടോ, പുരുഷന്മാർക്ക് ഉണ്ട്. സ്റ്റിൽ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്ത്രീകളിൽ കുറച്ചും കൂടെ അതെന്താണെന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീകളും മാനസികാരോഗ്യം, അല്ലെങ്കിൽ സ്ത്രീകളിൽ മാനസികാരോഗ്യത്തിന് ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുത്തു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഒന്ന് നോക്കി നമുക്കറിയാം, കുറെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏറ്റവും ആദ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന കുറെ ഘടകങ്ങളുടെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസും വേരിയേഷൻസും ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവാറുള്ളത്. ഇപ്പൊ ഏറ്റവും ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, സ്ത്രീകളിലെ അല്ലെങ്കിൽ പുരുഷന്മാർക്കില്ലാത്ത, സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രക്രിയ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടല്ലോ. എല്ലാ മാസവും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന മെൻസ്ട്രേഷൻ, അല്ലെ? എല്ലാ മാസവും ഏകദേശം നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു 28-32 ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഇങ്ങനെ വന്ന് ഒന്ന് മുഖം കാണിച്ച് ഒരു 5-6 ദിവസം നമ്മളെ കൂടെയൊക്കെ നിന്ന് തിരിച്ചു പോകുന്ന ഒരാളാണ് മെൻസ്ട്രേഷൻ. ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോയിറ്റിക്കൊക്കെ പറയുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഭയങ്കര എന്താണ്, സ്ത്രീകൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, ഒരു വരദാനമാണെന്നൊക്കെ പറയുമെങ്കിലും മെൻസ്ട്രേഷൻ സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റുകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള, ചില ആളുകൾക്ക് പല രീതിയിലുള്ള ഡിപ്രഷൻ പോലുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ മെൻസ്ട്രൽ സൈക്കിൾ ഒരു മാസം അല്ലെങ്കിൽ 32 ദിവസം അല്ലെങ്കിൽ 28 മുതൽ 32 ദിവസം വരെ ഒരു ഗ്യാപ്പ്, ആ ഒരു സൈക്കിളിൽ വരുന്ന ഈ മെൻസ്ട്രേഷന് നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിന് ശരിക്കും പറഞ്ഞാൽ 4 ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ സയൻസിലേക്കൊന്നും അധികം പോകുന്നില്ല, എന്നാലും ആ 4 ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 4 ഫേസുകളിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഓരോ ഫേസിലും അല്ലെങ്കിൽ ഓരോ ഘട്ടം എത്തുമ്പോഴും ഈ ഹോർമോൺസിന്റെ ലെവൽ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, അല്ലെങ്കിൽ ചിലപ്പം എന്താണ് അതിന്റെ ഒരു വീക്ക്നെസ്സിലെത്തും. അങ്ങനെ ആ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പം മാസത്തിന്റെ ആദ്യത്തെ ഒരു 5-6 ദിവസം ഉണ്ടാവുന്ന സ്വഭാവമായിരിക്കും നമുക്ക് അടുത്ത 5-6 ദിവസം ഉണ്ടാവുക. കാരണം ആ ഹോർമോണിൽ വ്യത്യാസം വന്നു. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണുകളിലൊക്കെ അതിന്റെ ലെവലിൽ വ്യത്യാസം വരുന്നു, അതിന്റെ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരുന്നു, അതിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം. ഒരു മാസം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഉടനെ നമുക്ക് ചിലപ്പോൾ പീരീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും, ഭയങ്കര മൂടി ആയിരിക്കും. അത് കഴിയുമ്പോഴുള്ള ആഴ്ച വേറെ സ്വഭാവമായിരിക്കും. അങ്ങനെ നമുക്ക് ഒരു മാസം തന്നെ നമ്മൾ ഡിഫറെന്റ് ദിവസങ്ങളിൽ നമുക്ക് പല സ്വഭാവം നമ്മൾ കാണിക്കാറുണ്ട്, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ. അതിന്റെ മെൻസസിന്റെ കൂടെയും കൂടെ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. ഇത് ഇപ്പൊ എല്ലാവരും ചിന്തിക്കും, എല്ലാ സ്ത്രീകൾക്കുള്ള, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും, അതെ എല്ലാ സ്ത്രീകൾക്കുള്ളതാണ്, പക്ഷെ ഇത് ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായിട്ടാണ് ഇത് അനുഭവപ്പെടുക, അല്ലേ? ഇപ്പൊ ചില ആൾക്കാർക്ക് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ് ആയിരിക്കില്ല, അവർക്കത് സാധാരണ ഒരു സംഭവം പോലെ വന്നു പോകുന്നുള്ളതായിരിക്കും. ചില ആളുകൾക്ക് ഇത് വരുന്നതിന് ഒരാഴ്ച മുന്നേ തുടങ്ങി തലവേദന, അങ്ങനത്തെ ബോഡിയിലെ സിംറ്റംസ് ഉണ്ടാവും, അതിന്റെ കൂടെ മൂഡ് സ്വിങ്സും നന്നായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രശ്നം എങ്ങനെയാണ് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൽ ഹെൽത്ത് കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള്
ഈ മൂഡ് സ്വിങ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് വീട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എന്റെ പാരന്റ്സിന് ഈ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടം ഞാൻ ഒരു കാര്യം ഇല്ല. അപ്പൊ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരിച്ച് പ്രശ്നങ്ങളായി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരെ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ കേസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. അപ്പൊ ഇത് മെൻസ്ട്രേഷൻ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്ത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലേ, ആ മെൻസ്ട്രേഷൻ വരുന്നതിന് മുന്നേ ഉള്ള സമയത്തും അതിന് ശേഷമൊക്കെ നമ്മുടെ സ്വഭാവം നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതാണ് സ്ത്രീകളിലുള്ള ഒന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ത്രീകൾക്ക് മാത്രം ഈ പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകളാണ് യൂഷ്വലി കുഞ്ഞിന് ജന്മം നൽകാറ്. ഞാൻ ഇന്നത്തെ എന്ന് പറയാൻ കാരണം നമ്മൾ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നാളെ ഇനി എന്ത് സംഭവിക്കാന്നുള്ളത് പറയാനാവില്ല. സ്റ്റിൽ ഇന്നത്തെ അവസരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകളാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹോർമോണൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മൾ ഒരാളെയും കൂടെ ക്യാരി ചെയ്യണല്ലേ, ആ ഒരു ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഈസി. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ ചിലപ്പോൾ അത്രയും കാലവും നല്ല ബോഡി ഫിറ്റായി കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തടി വെക്കുന്നുണ്ടാവാം. ഇനി ആ ഒരു 9 മാസത്തെ പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി കഴിയുന്നു അല്ലെ, പ്രസവം കഴിയുന്ന സമയത്ത് ഈ പ്രസവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പല ആളുകൾക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. ചില ആളുകൾ കുറച്ച് സമയം വേദന സഹിച്ച് പ്രസവിച്ച ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഒരുപാട് നേരം വേദന സഹിച്ചിട്ട് കഷ്ടപ്പെട്ടൊക്കെ പ്രസവിച്ച ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, അതായത് ഈ ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ് പല ആളുകൾക്കും പിന്നീട് അങ്ങോട്ട് ട്രോമയായിട്ട് മാറാറുണ്ട്. അപ്പം ഈ ഡെലിവറിക്ക് ശേഷമുള്ള പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് പാർട്ടം പീരീഡ്. ഈ പോസ്റ്റ് പാർട്ടം പീരീഡിൽ നമ്മൾ മിക്കവാറും കാണുന്ന കാര്യമാണ്, ഡെലിവറി വരെ അമ്മമാര് നന്നായിട്ട് കെയർ ചെയ്യും. സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, നിങ്ങൾ റെസ്പോൺസ് ഇല്ലാത്തത് കാരണം അങ്ങ് പറഞ്ഞു പോവാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഡെലിവറി വരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യും. നമ്മളെ സമൂഹത്തിൽ കാണുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഡെലിവറി വരെ നന്നായിട്ട് അമ്മേനെയും കുട്ടീനെയൊക്കെ ഒരുപോലെ, കുട്ടി വയറ്റിലാവുന്ന സമയത്ത് നന്നായിട്ട് കെയർ ചെയ്യും. എന്നാൽ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ കംപ്ലീറ്റ് ഫോക്കസും പോവുക കുട്ടിയിലേക്കാണ്. അവിടെ ഒരു പുതിയ കുട്ടി ജനിച്ചപ്പം കുട്ടിയിലേക്ക് നമ്മളെ ചുറ്റുമുള്ള ആളുകളുടെ ഒക്കെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പൊ പല ആൾക്കാരും മറന്നു പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഒപ്പം തന്നെ ഒരു അമ്മയും കൂടെ ജനിക്കുകയാണ് അല്ലെ. ആദ്യമായിട്ടൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അമ്മയും കൂടെയാണ് അവിടെ ജനിക്കുന്നത്. അപ്പൊ ഈ അമ്മയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമ്മയെ നമ്മൾ വേണ്ടത്ര കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അമ്മയുടെ ഒരു പോസ്റ്റ് പാർട്ടം ജേർണി ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, ഈ പോസ്റ്റ് പാർട്ടത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പലതരത്തിലുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് റീസെന്റ് സ്റ്റഡീസ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ഈ പറഞ്ഞ പോലെ പ്രസവാനന്തരം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. റീസെന്റ് സ്റ്റഡീസ് ഒക്കെ പറയുന്ന അനുസരിച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2-2.5 വർഷം കഴിയുമ്പോഴേ ഒരു സ്ത്രീ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരുന്നുള്ളൂ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ കാലത്താണ് ഇതിന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ പേരൊക്കെ ഇട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. പണ്ടതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് ആൾക്കാർ ഇത്രയും ഇതിനെപ്പറ്റി അവെയർ അല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ അതത്ര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പലരും ചോദിക്കുക, ഞങ്ങളും കുറെ പ്രസവിച്ചതാണല്ലോ, ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാലം മാറുകയാണ്, സാഹചര്യങ്ങൾ മാറുകയാണ് അല്ലെ. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ മനുഷ്യരിലുണ്ട്. അപ്പൊ ഈ പോസ്റ്റ് പാർട്ടം പീരീഡില് അമ്മയ്ക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല, അമ്മയുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അതിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു പീരീഡിൽ നമ്മൾ പല ആളുകളും ഈ ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിക്കാറുണ്ടല്ലേ. പലരും പറയും, പ്രസവം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ തടി കൂടി, അതുവരെ നമ്മൾ തടിക്കായിട്ടിരിക്കും പ്രശ്നം, പിന്നെ നമ്മൾ തടിച്ചു കഴിഞ്ഞാൽ ഇത് മെലിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ഈസി അല്ലെ. അവർ വിചാരിക്കും പോലെ സ്വിച്ച് ഇട്ട പോലെ നമുക്ക് തടിക്കാനും മെലിയാനൊന്നും പറ്റൂല. കാരണം ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള
എന്താ ഒരു ടൈം നമുക്ക് ആവശ്യമുണ്ട്. തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് നമ്മൾ വരണമെങ്കിൽ പഠനങ്ങൾക്കനുസരിച്ച് 2-2.5 വർഷം വേണമെന്നാ പറയുന്നത്. ഈ ഒരു പീരീഡില് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് വേണ്ടത്ര കെയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യും. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്, ഹലോ ചോദിക്കാണോ, ഡൗട്ടാണോ? ഓക്കെ, ഇപ്പൊ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മേ ബി ഓക്കെ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡിപ്രസ്ഡ് ഫീൽ ആയിരിക്കാം. അങ്ങനെയല്ല. അതിന്റെ സീരിയസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വേദന സഹിച്ചെന്നൊക്കെ പറഞ്ഞ് പ്രസവിക്കുന്ന മക്കളെ ആ അമ്മമാര് പല സമയത്തും കൊല്ലുന്ന രീതിയിൽ വരെ ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുകൾ കൊണ്ടുപോകാറുണ്ട്. റീസെന്റ് നമ്മളൊക്കെ നാട്ടിൽ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു ന്യൂസ്, ഞാൻ ഏകദേശം എൻ്റെ ഒരു നാടിനടുത്തായിട്ട് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ കൊന്നിട്ട് അമ്മയും മരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അമ്മ മരിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പൊ ആളുകൾ വളരെ ലാഘവത്തോടെ ചർച്ച ചെയ്യാണ്, എങ്ങനെയാണ് ആ കുട്ടിക്ക് കൊല്ലാൻ തോന്നി, ഈ കുട്ടിയൊക്കെ അമ്മയാണോ, അല്ലെ കുട്ടിയെ ഈ അമ്മ എങ്ങനെ പ്രസവിച്ചേ, ഇത്ര ഈസി ആയിട്ട് കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്നത് എങ്ങനെയാ എന്നൊക്കെ ആളുകൾ വളരെ സിമ്പിൾ ആയിട്ട് ഭയങ്കര കാഷ്വൽ ആയിട്ട് ചർച്ച ചെയ്യാണ്. അപ്പൊ നമ്മൾ സൈക്കോളജി ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയല്ലോ എന്തായിരിക്കും കാരണം എന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് അറിഞ്ഞുകൂടാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വേദന സഹിച്ച് പ്രസവിച്ച മക്കളെ ചിലപ്പോൾ എടുത്തെറിയാനുള്ള ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള വിരോധം ആളുകൾക്കും തോന്നാറുണ്ട്. അത് അവര് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവർ ഇന്റൻഷനലി ചെയ്യുന്ന കാര്യമല്ല. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അതിന്റെ ഒപ്പം നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കെയർ കിട്ടാണ്ടാവുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകള് ഞാൻ എൻ്റെ കൊളീഗ്സ് 2-3 പേര് പറഞ്ഞ കാര്യമാണ്. ഈ ഡെലിവറി കഴിഞ്ഞ് ഒരു 1-2 മാസമൊക്കെ ആയ സമയത്ത് സ്വന്തം കുട്ടീനോടൊക്കെ ഭയങ്കരമായുള്ള ദേഷ്യം തോന്നുക. അന്ന് കഴിയുമ്പോൾ നമുക്കത് റിഗ്രറ്റ് അല്ല, ഒരു ഗിൽറ്റ് മാറും. എനിക്ക് ഇത്ര ദേഷ്യം വന്നല്ലോ. അപ്പൊ ഈ പറഞ്ഞ സാധനം എല്ലാമാണ് പതുക്കെ ഡിപ്രഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഒരുപാട് നാളത്തേക്ക് നീണ്ടു നിൽക്കാം. പിന്നീട് അങ്ങോട്ടുള്ള ആ സ്ത്രീയുടെ ജീവിതത്തിൽ അത് വല്ലാണ്ട് ബാധിക്കുകയും ചെയ്യും. കുട്ടികളെയും ബാധിക്കും, ഈ സ്ത്രീയുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയും ബാധിക്കും, എല്ലാരെയും ബാധിക്കും. അപ്പൊ സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു കണ്ടീഷനാണ് ഈ പറഞ്ഞ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. നമ്മുടെ പ്രസവത്തിന് ശേഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾക്ക് ആ ഒരു ഈ പറഞ്ഞ ഹോർമോണൽ ഇംബാലൻസിനൊക്കെ നമ്മൾ അതിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള ആൾക്കാർ അത് മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ്. ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് 1-2 വർഷമൊക്കെ എടുക്കും അവർ നോർമലായിട്ട് ലൈഫിലേക്ക് തിരിച്ചു വരാൻ എന്നുള്ള കാര്യം ചുറ്റുമുള്ള ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അങ്ങനത്തെ ആളുകളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാരണം, അല്ലെങ്കിൽ സ്ത്രീകളിൽ മാത്രം വരുന്ന മറ്റൊരു സംഭവമാണ് മെനോപോസ്. മെൻസായി പീരിയഡ്സ് ഒക്കെ കറക്റ്റായി കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, ഒരു 40-45-55 വയസ്സ് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവും. മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവുന്ന പ്രോസസ്സിന് പറഞ്ഞതാണ് മെനോപോസ്. ഈ മെനോപോസിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ പല സ്ത്രീകളിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരാം, പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടുവരാറുണ്ട്. ഇത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന എല്ലാം ഞാൻ ആ ഡോക്ടർ സൈഡിൽ പറയല്ല, നമ്മൾ സൈക്കോളജിക്കലി അത്രയും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല കേട്ടോ. മെൻസ്ട്രേഷൻ ആണെങ്കിലും പോസ്റ്റ്മോർട്ടം ആണെങ്കിലും മെനോപോസ് ആണെങ്കിലും സൈക്കോളജിക്കലി അത്രയും റെലവെന്റ് ആണ്. ഇപ്പൊ മെനോപോസിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ കുറയും, സെക്ഷൽ ആക്ടിവിറ്റി കുറയുന്നുണ്ടാവും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നന്നായിട്ട് വരുന്നുണ്ട്. ചില ഹോർമോൺസിന്റെ പ്രവർത്തനം മൊത്തമായിട്ട് കുറയും, പ്രൊഡക്ഷൻ കുറയുന്നുണ്ടാവാം. അപ്പൊ ആ സമയത്തും ഇതേപോലെ തന്നെയുള്ള ഡിപ്രഷൻ പോലുള്ള കണ്ടീഷനിലേക്ക് ആളുകളെ ലീഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ കാരണമാണ് ഈ പറഞ്ഞ പല കണ്ടീഷൻസിലേക്ക് അല്ലെ. അപ്പം ഇത് തന്നെയാണ് സ്ത്രീകളുടെയും അതിൽ നിന്ന് വ്യത്യസ്തമാക്കുകയും സ്ത്രീകളിൽ ഈ പറഞ്ഞ കൂടാനുമുള്ള കാരണം അത് തന്നെയാണ്. അപ്പൊ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ കൊണ്ട് നമുക്ക് ഇന്ന മാറ്റങ്ങൾ ബോഡിയിൽ ഉണ്ടാവുകയും അതിനനുസൃതമായിട്ടുള്ള കുറെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിലേക്ക് നമ്മൾ പതുക്കത് ലീഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇനി ഇത് മാത്രമായിരിക്കുമോ നമ്മൾ സ്ത്രീകളിൽ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ കാരണം ഇത് മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടാക്കെങ്കിലും ഉണ്ടോ?
വോയിസ് കട്ടാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? നമ്മുടെ ശരീരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഘടകങ്ങളുടെ ഇൻവോൾവ്മെന്റ് അല്ലാണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട്? ആർക്കെങ്കിലും അറിയാം? വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? എന്റെ ഇഷ്ടമാണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ ഓഡിയോ? ഓക്കെയാണ്. ഓക്കെ, ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂ കാരണമായിരിക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഈ പറഞ്ഞ ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൂടാതെ മറ്റ് ചില സോഷ്യോ കൾച്ചറൽ, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞ സാമൂഹ്യ ജീവികളാണ് അല്ലേ? നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മുടെ സമൂഹം നമ്മളിൽ ഏൽപ്പിക്കുന്ന കുറെ ഉത്തരവാദിത്തങ്ങളും അല്ലെ കുറെ ഡ്യൂട്ടീസും ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള കുറെ ഘടകങ്ങൾ കാരണം നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. അതിലൊന്നാമത്തെയാണ് നമ്മൾ ഈ പലപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ജെൻഡർ റോൾസ് അല്ലെ? സ്ത്രീകൾ ഇങ്ങനെയായിരിക്കണം, സ്ത്രീകൾക്ക് ഇന്ന റോളുകൾ ഉണ്ട്, പുരുഷന്മാർ ഇങ്ങനെയായിരിക്കണം, അങ്ങനെ കുറെ ജെൻഡർ റോൾസ് നമ്മുടെ സൊസൈറ്റി നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത് വല്ലാണ്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പം അതിന് സ്ത്രീനെ പോലെ തന്നെ പുരുഷനും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വവും അല്ലെ തുല്യ പങ്കുണ്ട്. അപ്പൊ ഈ കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്ന ഘട്ടത്തിലും അച്ഛൻ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ നമ്മൾ പല സമയത്തും നമ്മുടെ സൊസൈറ്റിയിൽ അമ്മമാർ തന്നെയാണ് നോക്കാറ് അല്ലെ? അച്ഛന് നോക്കാൻ കഴിയാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ കൺസിഡർ തന്നെയാണ് പറയുന്നത്. യൂഷ്വലി നമ്മുടെ നാട്ടിൽ നമ്മളൊരു നാട്ടിൻ പുറങ്ങളിലൊക്കെ എന്താണ് അമ്മമാർ തന്നെയാണ് ചെറിയ പ്രായത്തിൽ. അപ്പൊ ഈ ഒരു സമയത്ത് മക്കൾ നമ്മളിങ്ങനെ നോക്കുന്നു. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ചിലപ്പോ അമ്മയ്ക്കേ പറ്റുള്ളൂ, പാല് കൊടുക്കാനും അമ്മയ്ക്കേ പറ്റുള്ളൂ. പക്ഷെ അതിനുശേഷം കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ കുട്ടീന്റെ ഒരു ഡയപ്പർ ചേഞ്ച് അങ്ങനെയുള്ള ബാക്കി എല്ലാം അച്ഛനും ചെയ്യാം അല്ലെ? എന്നിരുന്നാൽ പോലും ആ ഡ്യൂട്ടീസും പലപ്പോഴും ചെയ്യുന്നത് അമ്മമാര് തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രശ്നം എപ്പോഴാന്ന് വെച്ചാൽ കുട്ടി വലുതായി വന്ന് കുറച്ച് വളർന്നൊക്കെ എത്തുന്ന സമയത്ത് ഈ കുട്ടി സൊസൈറ്റിക്കും മറ്റുള്ള ആളുകൾക്കും അംഗീകരിക്കാനാവാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് മുഴുവൻ കുറ്റവും അമ്മയ്ക്ക് നേരെ വരിക അല്ലെ? അമ്മ നോക്കിയില്ല, അമ്മ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, അമ്മ എന്തുകൊണ്ട് കുട്ടീനെ കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് ഗൈഡ് ചെയ്തില്ല, അവിടെയും അച്ഛൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിനേക്കാൾ ഉപരി അമ്മ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും വരാറ്. അപ്പം കുട്ടീനെ നോക്കുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ അമ്മയുടെ തലയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അതിലുള്ള പങ്ക് അച്ഛനും അമ്മയ്ക്കും തുല്യ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും എന്താണ് അമ്മയുടെ ഉത്തരവാദിത്വം മാത്രമായിട്ട് മാറുന്ന നമ്മൾ കാണാറുണ്ട്. ഇനി ഞാൻ അതേപോലെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, പല ആളുകളും ഈ സ്ത്രീപക്ഷം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ പോയി സംസാരിക്കുമ്പോൾ പലതും പറയുന്ന കേൾക്കാറുണ്ട്. സ്ത്രീ അമ്മയാണ്, മോളാണ്, സഹോദരിയാണ് എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താ ഇപ്പൊ പുരുഷൻ അച്ഛനല്ലേ അല്ലെ? പുരുഷൻ ഭർത്താവാണ്, അച്ഛനാണ്, മകനാണ്, പുരുഷൻ അങ്ങനെ കുറെ റോൾസ് ഉണ്ട്. പക്ഷെ അവിടെയും സ്ത്രീകളുടെ ആ റോളിനെ പറ്റി ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പം പറയുന്ന ആൾക്കാർ നല്ല ഉദ്ദേശത്തോടുകൂടി പറയുന്നതായിരിക്കാം. ബട്ട് സ്റ്റിൽ അത് നമ്മുടെ മേലേക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നീ അമ്മയാണ്,
മോളാണ്, ഭാര്യയാണ്, അപ്പൊ ഇന്ന ഡ്യൂട്ടീസ് നിനക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഡയറക്ട്ലി അവിടെ വരികയാണ്. അപ്പൊ ഇത് ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോ പ്രത്യേകിച്ച് വേറെ ഉദ്ദേശത്തോടു കൂടി പറയുന്നതായിരിക്കില്ല. പക്ഷെ അത് കേൾക്കുന്ന ആളുകളിൽ ഇൻഡയറക്ട്ലി, ഇപ്പൊ ഒരു പുരുഷൻ കേൾക്കുകയാണെങ്കിലും സ്ത്രീ കേൾക്കുകയാണെങ്കിലും ഇൻഡയറക്ട്ലി സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന റോളുകൾ ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ എന്ന് പറഞ്ഞാല് ചെറുതല്ല. അപ്പം ജെൻഡർ റോൾസുകൾ ഇങ്ങനെ സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇത് കൂടാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറഞ്ഞത് മാത്രം. പിന്നെ അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ വീട്ടിലേക്കുള്ള എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ മാറ്റർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഈക്വലി വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഈക്വലി ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടൊരു കാലത്ത് നമുക്കറിയാൻ പറ്റും, പുരുഷന്മാരാണ് ബ്രെഡ് വിന്നേഴ്സ് അല്ലെ. വീട്ടിലേക്ക് ഫുഡ് കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള വക ഉണ്ടാക്കുക എന്നുള്ള പുരുഷന്മാരുടെ ഡ്യൂട്ടിയാണ്. പുരുഷന്മാര് പകല് മൊത്തം ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. സ്ത്രീകൾ അതേസമയം വീട്ടിലിരുന്നു കൊണ്ട് പുരുഷന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, കുട്ടികളെ നോക്കുന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് സൊസൈറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറഞ്ഞൊരു കാലം വരെ എന്തില്ലായിരുന്നു, നമുക്ക് ഇന്ററാക്ഷൻ വളരെ കുറവായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 40-45 വയസ്സ് ആ ഒരു ഏജ് റേഞ്ചിലുള്ള ആളുകൾ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ എന്താണ് പലപ്പോഴും വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല, ഈ വീട്ടു ജോലികളിൽ തന്നെ മുഴുകിയിരിക്കുകയും കുട്ടികളുമായിട്ടുള്ള ആകെ ഒരു അവർക്കൊരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പം കുട്ടികളും ഇമ്മീഡിയറ്റ് ഫാമിലി ആയിരിക്കും. അപ്പൊ ഇത് ഈ മൾട്ടി ടാസ്കിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ എന്തെങ്കിലും സ്വന്തം ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷാദാവസ്ഥ, ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യ സമയം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ പുറത്തിറങ്ങി ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മേ ബി അതിലൊരു കുറവ് വന്നേക്കാം. അപ്പൊ ഇത് ഒരു കുറഞ്ഞ കാലം മുന്നുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇന്നത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈക്വലി സൊസൈറ്റിയിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അങ്ങനെ ഒരു മാറ്റം വന്നത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് പോലും. ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമായിട്ട് മെന്റൽ ഹെൽത്ത് കിടക്കുകയായിരുന്നു. അപ്പോ ഈ പറഞ്ഞ ജെൻഡർ റോൾ പോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാത്തതിനെ തുടർന്ന്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുറത്തേക്കുള്ള എക്സ്പോഷർ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, പുരുഷന്മാർക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പുരുഷന്മാർ സ്ത്രീകളുടെ എടുത്ത് പറയുന്നത് കൊണ്ട് ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് മാത്രം. അപ്പൊ ഞാനൊരു സ്ത്രീ ആയിരിക്കും, എനിക്ക് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഒരു ധാരണയുണ്ട്, ഏകദേശം എല്ലാം അറിയാന്നല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാനും കൺവേ ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ വന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും കേൾക്കാനുള്ളതാണ്, പുരുഷന്മാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പലരും പറഞ്ഞു, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ നമ്മള് സ്വന്തം വീടുമായിട്ടുള്ളൊരു എന്താ പറയാ ടിപ്പിക്കലി ഒരു ബന്ധം നമ്മൾ ഏകദേശം വേർപെടുത്തിയ പോലെയാണ്. പുതിയൊരു വീട്ടിൽ പോയാൽ അവിടത്തെ മരുമകളായി ജീവിക്കണം എന്നൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആണ്, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അത്രയും കാലവും ജീവിച്ച് വളർന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇൻലോസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളെ സ്വന്തം വീട്ടിലെ പോലെ നമ്മളെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്ന എന്താ പറയാ ഒരു വീടും ആളുകളും ആണെങ്കിൽ സ്ത്രീകൾ അവിടെ പ്രൊട്ടക്റ്റഡ് ആവുന്നു, മെന്റൽ ഹെൽത്ത് അവിടെ പ്രൊട്ടക്റ്റഡ് ആവുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മള് ഈ പറഞ്ഞ കാര്യം നമുക്കൊരു ദേഷ്യം വന്നാൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തൊരു വീടാണെങ്കിൽ ആ ദേഷ്യം പിന്നീട് ഒരു ഫ്രസ്ട്രേഷനായി മാറുകയും അത് പതുക്കെ പലതരത്തിലുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് അല്ലെ. പുരുഷന്മാര് ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് താമസിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ. നമ്മളെ കോഴിക്കോടൊക്കെ തന്നെ ചില ഏരിയകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും തിരിച്ചാണ് സംഭവിക്കുക.
അപ്പൊ ഞാൻ ഈ അടുത്തൊരു നമ്മളെ സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരാൾ പറയുന്ന കേട്ടിട്ടുണ്ട്, പുരുഷന്മാർക്ക് ചിന്തിക്കാൻ പോലും ആവാത്തൊരു കാര്യമാണ് ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് താമസിക്കുക എന്നുള്ളത്. അപ്പം ആ കാര്യത്തിലൊക്കെ സ്ത്രീകൾ എത്രയോ നമ്മൾ എന്താണ് ഇമോഷണലി ഭയങ്കര സ്ത്രീകൾ സ്ട്രോങ് ആണല്ലേ. പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇമോഷണലി സ്ത്രീകൾ തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആ സ്ട്രോങ്നെസ്, എനിക്ക് ആ സ്ട്രെങ്ത് കാണിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് വരുന്ന ചെറിയ ചെറിയ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെയാണ് നമ്മൾ സ്ത്രീകളിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇത്രയും കൂടാൻ, അല്ലെങ്കിൽ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളിൽ കുറച്ചും കൂടെ ഇത് കൂടാൻ കാരണം ഇതൊക്കെയാണ്. ഇനി കാരണങ്ങൾ കേട്ടോണ്ട് നമുക്ക് കാര്യമില്ല, നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അറിയണം അല്ലേ. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞതേ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കുറച്ച് ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാമെന്നോട് ഞാൻ പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ വേണ്ടത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസും സമയവും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരും വിചാരിക്കുന്നുണ്ടാവും പറയുന്ന അത്ര ഈസി അല്ല. ഇല്ല, ഇത്ര ഈസി അല്ല, പറയുന്ന അത്ര ഈസി അല്ല. കാരണം നമ്മളെ ഇപ്പം ഒരു സ്ത്രീ ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും രാവിലെ പോകുന്നതിന് മുന്നേ ചിലപ്പോൾ വീട്ടിലേക്കുള്ള മുഴുവൻ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ട് ജോലിക്ക് പോകേണ്ടി വരും. ഇനി ജോലി കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന ഉടനെ അടുത്ത ചിന്തയായിരിക്കും രാത്രിത്തേക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കും. ചില വീടുകളിലാണെങ്കിൽ മറ്റേ ഹോട്ടലിൽ പോയ പോലെയാണ്, അതായത് ഒരാൾക്ക് ചപ്പാത്തി, അടുത്താൾക്ക് കഞ്ഞി, അടുത്താൾക്ക് ചോറ്, ഇങ്ങനെ ലിസ്റ്റ് നീളും. അപ്പൊ നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ ചിന്ത എന്ന് പറഞ്ഞാൽ എന്ത് ഫുഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പം ഇങ്ങനെ ഈ മൾട്ടി ടാസ്കേഴ്സ് ആയിട്ടുള്ള നമുക്ക് സ്വന്തമായിട്ടൊരു സ്പേസും ടൈമും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. നിങ്ങളെപ്പോലെ എനിക്കത് അറിയാം, പക്ഷെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. സെൽഫ് കെയർ, ഇപ്പം പല ആളുകളും എനിക്കൊന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാണ്ട് യൂസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയയിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ പലരും ചെയ്യുന്ന കടാണ്ട് സെൽഫ് കെയർ മെത്തേഡുകൾ. ഇപ്പൊ ചില ആൾക്കാർക്ക് ഉണ്ടാവും, പലരും പരിഭവം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നാട്ടുപുറത്തൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് എന്റെ മുടിയൊക്കെ കല്യാണത്തിന് മുന്നേ ഒരുപാട് മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ മുടിയില്ല, ഒക്കെ കൊഴിഞ്ഞു പോയി. അല്ലെങ്കിൽ ഞാൻ നല്ല വെളുത്തിട്ടായിരുന്നു പണ്ട്, ഇപ്പൊ ഞാൻ ആകെ കരിവാളിച്ചു പോയി എന്നൊക്കെ. ഈ വെളുപ്പും മുടിയൊന്നും ഒരാളുടെ നമ്മളെന്താണ് അയാൾ അസസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ അല്ല. ബട്ട് സ്റ്റിൽ നമ്മളെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. ആസ് എ പേഴ്സൺ ചിലപ്പോൾ ഞാൻ നല്ല നിറമുള്ള ആളാണ്, എനിക്ക് അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ സാധനം നഷ്ടപ്പെടുമ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ പരിഭവം പറയുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പരിഭവങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാണ്ട് അതിന് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആ പരിഭവം എങ്ങനെ പറഞ്ഞു പോകാനാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് എങ്കിലും, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഒരു 15 to 20 minutes നമ്മൾ നമുക്കായിട്ട് മാറ്റി വെക്കുക. എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. ചിലപ്പോൾ അതൊരു പാട്ട് കേൾക്കുന്നതാവാം, അതല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതാവാം. സിനിമ 15-20 മിനിറ്റ് കാണാൻ പറ്റില്ല, എന്നാലും എന്തെങ്കിലും അതേപോലത്തെ ചില വീഡിയോസ് കണ്ടാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഹെയർ കെയർ ചെയ്യുക. അങ്ങനത്തെ നമുക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിനു വേണ്ടി ഒരു 15 to 20 minutes ഡെയിലി നമ്മൾ മാറ്റി വെക്കുക. ഇത് ഏറ്റവും നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണത്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവുന്നുള്ളതാണ്. പക്ഷേ നമ്മളൊക്കെ ഓരോ ഇൻഡിവിജ്വലും എന്താണ് ഡിഫറെന്റ് ആണല്ലേ. ഒരാള് മറ്റൊരാളെ പോലെ ഒരിക്കലും എന്തൊക്കെ ചെയ്താലും നമുക്ക് സാമ്യതകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും എന്താവില്ല, ഒരേപോലെ ആവില്ല. അപ്പം ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്, ഓരോ ഇൻഡിവിജ്വലിന്റെ മെന്റൽ ഹെൽത്തും ഡിഫറെന്റ് ആണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്രയും വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ റിയലൈസ് ചെയ്യും പതുക്കെ. ആ ഒരു റുട്ടീനാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അറ്റ് ദ എൻഡ് വരെ സാക്രിഫൈസ് ചെയ്ത് വേറെ ഒന്നിനും വേണ്ടി പോകില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് പല ആൾക്കാരും പറയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ് ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. ജേർണലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്, അതൊരു തെറാപ്യൂട്ടിക് മെത്തേഡാണ് ആക്ച്വലി. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാം. അതായത് നമുക്ക് പല തോട്ട്സുകൾ, നമുക്ക് പല ചിന്തകൾ പലപ്പോഴായിട്ട് വരാറുണ്ടാവും. അപ്പൊ ഈ ചിന്തകൾ നമ്മൾ ശരിക്കും കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ് ജേർണലിംഗ് അല്ലെ. ഇപ്പോ നമ്മുടെ തോട്ട്സ്, എനിക്ക് ഇന്ന കാര്യത്തെ പറ്റി എനിക്ക് ഇന്ന ചിന്തകൾ വരുന്നുണ്ട്, ആ ചിന്ത ഇന്നതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറിയിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം.
ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കവികൾ അല്ലെങ്കിൽ എഴുത്തുകാരന്മാരൊക്കെ പല കഥകളും കവിതകളൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതാനുഭവത്തിന്റെ അകത്ത് നിന്ന് എടുത്തിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊരു ഹീലിംഗ് മെത്തഡാണ്, ആക്ച്വലി ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. കാരണം നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ്, നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് ഒക്കെ നമുക്ക് വേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഹീലിംഗ് മെത്തഡാണ്. നമ്മൾ തെറാപ്പിയിൽ നമ്മൾ അതിന്റെ വേറൊരു വേർഷൻ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ്. നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ഡെയിലി സ്ട്രെസ്സും അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു കുറച്ചൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഇപ്പം നിങ്ങൾ യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ മെത്തേഡ്സ് അതിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒക്കെ ആ റിലാക്സേഷൻ ഇങ്ങനെ നമുക്ക് ഓഡിയോ ജസ്റ്റ് അവരെ വോയിസ് കേട്ട് കഴിയുമ്പം അവർ പറയുന്ന കാര്യങ്ങൾ, ആ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയും ഒക്കെ റിലാക്സ്ഡ് ആവുകയും അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ മെന്റലി ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും. അപ്പം ആ റിലാക്സേഷൻ ടെക്നിക്സ് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ ടെൻഷൻ, ആങ്സൈറ്റി ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ റിലാക്സേഷൻ ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം. നമ്മൾ ജസ്റ്റ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അതായത് നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മളെ നട്ടലൊന്നും വളയാണ്ട് നേരെ ഇരുന്നിട്ട് പതുക്കെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുത്തിട്ട് ഒരു 3-4 സെക്കൻഡ്സ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് മൂക്കിലൂടെ എടുത്തതിനേക്കാൾ സ്ലോ ആയിട്ട് വായിലൂടെ ആ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബോഡിയും മൈൻഡും ഒന്ന് ക്ലിയർ ആവുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുവഴി നമ്മൾ ചിന്തിക്കും, ഓക്കെ ഞാൻ എങ്ങനെയെല്ലാം അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ ഇതൊന്നും ഒരുപാടൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ചൊക്കെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്ത് വേറെ ആരും വന്ന് നോക്കൂല. നമ്മൾ ഓരോ ഇൻഡിവിജ്വലും അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഗുണം എന്നല്ലാതെ മറ്റൊരാളും നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അത് നമുക്ക് നേടണം, അല്ലെങ്കിൽ ആ ഒരു മെന്റലി നമ്മൾ ഫിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് ശ്രമം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. അപ്പൊ ആ എഫേർട്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മളെ മെന്റൽ ഹെൽത്ത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പല ആളുകളും പല സമയത്തും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സമയം ഉണ്ടാവില്ല ചിന്തിക്കാൻ. അല്ല, ഒരുപാട് ഡ്യൂട്ടീസ് ഉള്ള സമയത്ത് നമുക്ക് ഓക്കെ എന്റെ ഡിപ്രഷൻ അല്ലെങ്കിൽ എന്റെ ആങ്സൈറ്റി ഒന്നും എന്തല്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനിയിപ്പം കുറച്ച് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, അപ്പൊ വന്നിട്ട് മക്കൾ പറയും അമ്മ വിശക്കുന്നു എന്ന് പറയുമ്പം അവിടെ നമുക്ക് നമ്മുടെ ടെൻഷനെയും നമ്മുടെ ഈ പറഞ്ഞ വിഷമത്തിനേക്കാളൊക്കെ വലുത് മക്കളുടെ വിശപ്പാണല്ലേ. അപ്പൊ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അവിടെ നമ്മൾ മറക്കുകയാണ് നമ്മുടെ വിഷമം. ഇങ്ങനെ നമ്മൾ ഡേ ബൈ ഡേ മറക്കുന്നു. ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറെ കാലം നമ്മൾ മറക്കുന്നു നമ്മൾ വിചാരിക്കുന്നേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് മറക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ബോധ മനസ്സിൽ എപ്പോഴും കിടക്കും. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലും ഇതിന്റെ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. കുറെ നാൾ കഴിഞ്ഞിട്ട് ആണ് ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ലൈഫിൽ കിട്ടുക. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പൊ അത്രയും നെഗറ്റിവിറ്റിയിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ഓരോ സ്റ്റേജിലും നമുക്ക് ഈ പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷന്റെ സിംറ്റംസ് കാണുകയാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാം. ചെറിയ സിംറ്റംസ് ആണുള്ളൂ, ചെറിയ സംശയമാണുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ട്രസ്റ്റ് മീ ആപ്പ് പോലത്തുള്ള ഒരുപാട് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഞങ്ങളെ പോലുള്ള പ്രൊഫഷണൽസ് സംസാരിക്കാം. അപ്പൊ അവർ പറയും നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷന്റെ സിംറ്റംസ് ആണോ ഇത് എന്ന് പറയുമ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാണ്ട് ഇങ്ങനെ നമ്മൾ പറയും വെച്ചോണ്ടിരുന്നാൽ അത് അധികമാവെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇതിന്റെ കാര്യത്തിൽ ഉണ്ടാവുക. നമ്മൾ എത്ര മാത്രം ഇതിങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നോ അത്രയും നമ്മുടെ കണ്ടീഷൻസ് പിന്നെയും ഫേസ്റ്റ് ആവും. അപ്പം ബേസിക്കലി ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നമ്മള് സ്ത്രീകളും മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കാരണം സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരെ പുരുഷന്മാരൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും എന്താവുന്നത്, ഇത്രയും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ടുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെ ബോഡിയിൽ നടക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ
സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ മോശമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാരണമാവുന്നുണ്ട്. ഈ കാരണങ്ങൾ കണ്ടെത്തുക, അത് ഐഡന്റിഫൈ ചെയ്യുക, അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കലി ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള സിമ്പിൾ, നമുക്ക് വീട്ടില് ഒന്നും ഇപ്പൊ പ്രത്യേകിച്ച് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത ഒരാളാണ്, മെന്റലി അയാൾ ഓക്കെ ആണ്, എന്നാലും നമുക്കൊന്ന് എന്താ പറയുക സെറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ജേർണലിങ്ങും റിലാക്സേഷൻ ടെക്നിക്കും. അതുപോലെ 15 to 20 minutes അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഷോർട്ട് ടൈമിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, എനിക്ക് അറിയുന്നതാണെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ അഭിപ്രായങ്ങൾ പറയാം. മാം, ഇത് റെക്കോർഡഡ് സെഷൻ ആണോ? ഞാൻ വൈകി പോയി കയറാൻ. റെക്കോർഡഡ് സെഷൻ ആണോ എന്നുള്ളത്? അതെ അതെ, റെക്കോർഡഡ് സെഷനാണ്, അവൈലബിൾ ആയിരിക്കും. എല്ലാവർക്കും ഇതിൻ്റെ ലിങ്ക് അയക്കുന്നതായിരിക്കും. താങ്ക് യു. നമ്മൾ ക്വസ്റ്റ്യൻസിന് ഓപ്പൺ ആണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് മാമിൻ്റെ അടുത്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചത് മാത്രമല്ല കേട്ടോ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട്, പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും ഞാനൊരു ജനറൽ ഐഡിയ തന്നു മാത്രം. അപ്പൊ നിങ്ങൾക്ക് കണ്ടീഷൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അധികം. ഒരുപാട് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഡിസോർഡേഴ്സ് ഉള്ള നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നമുക്കത് വേറൊരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം, ഇതിന്റെ ബാക്കി സെഷൻ ഇനി എപ്പോഴാണ് ഉണ്ടാവുക? ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അത് എല്ലാവർക്കും നമ്മൾ ലിങ്കായിട്ട് അയക്കുന്നതായിരിക്കും, എല്ലാവരെയും അറിയിക്കും. നമ്മൾ ഇന്ന് വാട്സാപ്പിൽ അയക്കുന്ന പോലെ. ഓക്കെ സർ. മാം, എൻ്റെ പേര് സെന. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ഡൗട്ടാ. ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞു, ഹൗ ടു ഓവർകം, ഇതിൻ്റെ അകത്ത് സെൽഫ് കെയർ, സെൽഫ് ലവ് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു. അപ്പോൾ ആ ഒരു സെൽഫ് ലവ് എന്നുള്ളതിലേക്ക് നമുക്ക് ഇപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, അല്ല ഡിപ്രസ്ഡ് എന്നല്ല, ഒരു മൂഡായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും പുറത്തുള്ള എല്ലാവരും പറയും ഇനി ഭയങ്കര സെൽഫിഷാ, അല്ല ഇനി അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫിഷും സെൽഫ് ലവും ശരിക്കും എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഓക്കെ, നല്ലൊരു ചോദ്യമാണ് സന. ഓക്കെ, അപ്പോ സെൽഫിഷ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഈ സന എന്ന് പറഞ്ഞു, നമ്മളുടെ ഒരു അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ മൂഡ് ഓക്കെ ആക്കാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കണം അല്ലേ. അപ്പൊ സന അതിന്നൊരു സനന്റെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. നമ്മളെ ഓക്കെ ആക്കാൻ അവിടെ വേറെ ആരും വരൂല എന്നുള്ളതാണ്. നമ്മൾ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം, നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. അപ്പൊ അതിനു വേണ്ടി ഒറ്റയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് കറങ്ങാൻ പോകുമ്പോഴാണ് നിങ്ങൾ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് സെൽഫിഷ്. അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ബിഹേവിയർ അല്ല, അതൊരു സെൽഫ് ലവിന്റെ സൈൻ തന്നെയാണ്. അതുതന്നെയാണ് ചെയ്യേണ്ടതും. അങ്ങനെ സെൽഫിഷ് ആണെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഒരു ആവശ്യമില്ല, അതിനെപ്പറ്റി കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് ആളുകളുടെ അഭിപ്രായം നോക്കി നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ആവില്ല എന്നുള്ളതാണ്. സെൽഫ് ലവ് ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു രീതിയിലും കൺസിഡർ ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നടത്തി മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഒരു പരിഗണനയും കൊടുക്കാതെ പോകുമ്പോഴാണ് സെൽഫിഷ് ആവുന്നുള്ളൂ. മറ്റേത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഈ പറഞ്ഞ സമയത്ത് മറ്റാരും തന്നെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമില്ല. എന്ത് ചെയ്താലാണോ നമ്മൾ ഓക്കെ അത് ചെയ്യുക. ദാറ്റ് ഇസ് സെൽഫ് ലവ്. ക്ലിയർ ആയോ? ചോദിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത്? ഓക്കെ. ഓക്കെ,
പോസ്റ്റ്പാർട്ടം ഡിപ്രഷന്റെ സിംറ്റംസ് അല്ലേ? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീകളില് പീരീഡിൽ കണ്ടുവരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കുട്ടിയിലേക്കാണ് പലരുടെയും ഫോക്കസ് പോവാന്നുള്ളതാണ് അല്ലെ? പ്രസവം കഴിഞ്ഞ് കഴിയുമ്പം കുട്ടിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കുട്ടിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോ. ഒരു മിനിറ്റ്. സോറി കേട്ടോ, അതൊരു ഇൻട്രഷൻ വന്നതാണേ. അപ്പൊ കുട്ടിയിലേക്ക് നമ്മളെ എല്ലാവരുടെയും ശ്രദ്ധ മിക്കവാറും കുട്ടികളിലേക്ക് ഒതുങ്ങി പോകുമ്പം ഈ അമ്മമാരിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വീട്ടിലുണ്ടാകുമ്പോ തന്നെ ഈ ആള് ദേഷ്യപ്പെടുകയാണ്. ഈ സ്ത്രീ ദേഷ്യപ്പെടുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഈ ചെറിയ വിഷയത്തിന് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ദേഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും അവർ ഇന്റൻഷനലി ദേഷ്യപ്പെടണം എന്ന് കരുതി ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള ആൾക്കാരായിട്ട് എന്തെങ്കിലും വൈരാഗ്യം ഉള്ളത് കൊണ്ട് ദേഷ്യപ്പെടുന്നതല്ല. അത് ഈ പറഞ്ഞ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിലെ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ അകാരണമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷന് അനുസൃതമല്ലാണ്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവാം, കുട്ടീനോട് അടുപ്പം കാണിക്കുന്നുണ്ടാവില്ല, കുട്ടീനോട് ദേഷ്യം കാണിക്കുന്നുണ്ടാവാം, ഹസ്ബൻഡിന്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്നുണ്ടാവാം. അങ്ങനെ അതുവരെ കാണിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ടാവും. ഇനി സൂയിസൈഡൽ തോട്ട്സ് വരാം. ഓക്കെ, ആത്മഹത്യ അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും ടോക്സ്, ഇപ്പൊ എനിക്ക് മരിക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ആ രീതിയിലുള്ള ടോക്കുകൾ അത്രയും കാലം ഉണ്ടാകാത്ത ഒരാൾക്ക് പ്രസവത്തിന് ശേഷം ഇങ്ങനത്തെ തോട്ട്സ് ഉണ്ടാവുക, ഇങ്ങനത്തെ ചിന്തകൾ, ഇങ്ങനത്തെ സംസാരമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അത് പോസ്റ്റ്പാർട്ടത്തിന് സൈനാണ്. അപ്പം കാര്യമായിട്ട് നിങ്ങൾ അവരൊരു റെസ്പോൺസ്, പിന്നെ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവാം, ആരോടും ഒന്നും മിണ്ടാണ്ട് മാറിയിരിക്കുന്നുണ്ടാവാം, ഗ്ലൂമി ആയിട്ടിരിക്കുന്നുണ്ടാവാം. കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ കുട്ടീനെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടീന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാതെ കുട്ടീനോട് ചിലപ്പോൾ ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും ചിലപ്പോൾ പാല് കൊടുക്കുന്നുണ്ടാവില്ല എന്നല്ല, പക്ഷെ അതിൽ തന്നെ നമുക്കൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തോടൊന്നും ചെയ്യാണ്ടിരിക്കുക. അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എങ്ങനെ സപ്പോർട്ട് കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ചിലപ്പം പല ആൾക്കാരുടെ ഒറ്റ ചോദ്യം മതി, അതായത് നിങ്ങൾ ഓക്കെ ആണോ മോളെ, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാലോ അല്ലേ എന്നുള്ള ഒരു ചോദ്യം കേട്ട് കഴിയുമ്പോൾ തന്നെ പല ആൾക്കാരും അവർക്ക് പറയാനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ഞാൻ റീസെന്റ് എന്റെ മോൾക്ക് ഇപ്പൊ 1 വയസ്സായിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ്പാർട്ടം പീരീഡിലൂടെ കടന്നു പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് എന്നെ ഇങ്ങനെ, ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട വീണ് കഴിയുമ്പോൾ ഉടനെ ഉണ്ട്. അപ്പൊ എനിക്ക് വരുന്ന ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് മനസ്സിലാക്കാൻ എന്റെ വീട്ടുകാർക്കും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ അവരുടെ ഇമോഷൻസിന് വാല്യൂ ചെയ്യുക, ഇടയ്ക്കൊക്കെ സംസാരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കുക, ചോദിക്കുക ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സമയത്ത് അവർ പറയും. മിക്കവാറും ആളുകൾ ഓപ്പൺ അപ്പ് ആവും. ഇനി ഡിപ്രസ്ഡ് അല്ലാണ്ട് ഡിപ്രസ്ഡ് ആയിട്ട് സാർ അവർ ഓപ്പൺ ആയിട്ട് പറയില്ല. അപ്പൊ നിങ്ങൾ അവരുടെ ബിഹേവിയർ നോട്ട് ചെയ്താൽ മതി. അകാരണമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, കുട്ടീനെ നോക്കുന്നില്ല, കുട്ടീനോട് ദേഷ്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ സയൻസ് ആണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോകണമെങ്കിൽ അത് സിവിയർ ആയിട്ട് പോകും, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയും. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആവും. അത് ലേറ്റർ ഓൺ അത് ഡിപ്രഷനിലേക്ക് മാറുകയും ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. യെസ്, അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്ത എല്ലാവർക്കും. ഇപ്പം മാലശ്രീ മാഡത്തിനോട് സംസാരിക്കേണ്ട ആളുകൾക്ക് നമ്മളിപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കുന്നതായിരിക്കും. അവിടെ മാഡം അവൈലബിൾ ആയിരിക്കും. ഇൻഡിവിജ്വൽ സെഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൂടുതലായിട്ട് സംസാരിക്കണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ മാം അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്, നെക്സ്റ്റ് സെഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലായിക്കോട്ടെ മെസ്സേജ് അയക്കുന്നതായിരിക്കും ടീം. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്താൽ മതി. മാമിനോട് സംസാരിക്കേണ്ട ആളുകൾക്ക് നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. സോ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് മാം ഫോർ യുവർ ടൈം.
താങ്ക് യു. ഓക്കെ താങ്ക് യു.